ജിൻഡോയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജിൻഡോ ഇന്നലെ ലാലേട്ടന് മുന്നിൽ മറ്റ് മത്സരാർത്ഥികൾ ലാലേട്ടൻ്റെ സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജിൻഡോ പറഞ്ഞ സിനിമയുടെ ഉള്ളിലെ പൊരുൾ അതിബുദ്ധി തന്നെയാണെന്ന് പറയാം. ആ കാര്യവും അതേപോലെ തന്നെ ജിൻഡോനെ ഏഷ്യാനെറ്റ് മനഃപൂർവ്വം ഒഴിവാക്കുന്നുണ്ടോ, ബിഗ് ബോസിൻ്റെ അധികൃതർ ഒഴിവാക്കുന്നുണ്ടോ എന്നുള്ള നാദിറയുടെ യൂട്യൂബിലൂടെ പങ്കുവെച്ച ഒരു കാര്യവുമാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്കറിയാം, ബിഗ് ബോസിൽ ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വോട്ടിംഗ് അടിസ്ഥാനത്തിലായാലും പ്രേക്ഷകരുടെ പിന്തുണയിലൂടെ കാര്യത്തിലായാലും ഏറ്റവും മുൻപിൽ നിൽക്കുന്ന മത്സരാർത്ഥി ജിൻഡോ തന്നെയാണ്. ആ ജിൻഡോ ഏഷ്യാനെറ്റിൻ്റെ പോളുകളിലൊന്നും ജിൻഡോയുടെ പേര് വരുന്നില്ല എന്നും നാദിറ പറഞ്ഞു. അതേപോലെ തന്നെ തുടക്കത്തിലൊക്കെ ജിൻഡോയ്ക്ക് പറ്റുന്ന ഒരു ഫിസിക്കലി ടാസ്കുകളൊക്കെ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ജിൻഡോയ്ക്ക് പറ്റാത്ത ടാസ്കുകളാണ് വരുന്നത്. ഇത് മനഃപൂർവ്വം ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസിൻ്റെ അധികൃതർ ഇടുന്നതാണോ? ജിൻഡോയ്ക്ക് പറ്റാത്ത ഒരു ടാസ്കുകളും കാര്യങ്ങളും, അതേപോലെ തന്നെ ജിൻഡോ സ്ക്രീൻ സ്പേസ് ജിൻഡോയ്ക്ക് മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല, അല്ലെ മനഃപൂർവ്വം ജിൻഡോനെ ഒഴിവാക്കുന്നത് പോലെ എന്നുള്ളതൊക്കെ നാദിറ ഒരു സംശയം പോലെ പങ്കുവച്ചിട്ടുണ്ട്. പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായ കാര്യത്തിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ ബർത്ത്ഡേ ദിവസം ലാലേട്ടൻ്റെ സിനിമകളെക്കുറിച്ച് മത്സരാർത്ഥികളൊക്കെ ഓരോരുത്തർ അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജിൻഡോ പറഞ്ഞത് 6-ാം തമ്പുരാൻ എന്നാണ്. അതിലേറ്റവും വലിയ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇത് 6ാമത്തെ സീസണാണ്. ഈ സീസണിലും ജിൻഡോ എടുത്തിട്ടത് 6ാം തമ്പുരാൻ എന്നൊരു വാക്ക് പറയുമ്പോൾ ഈ സീസണിലെ തമ്പുരാൻ ഞാനാണ് എന്നാണ് ജിൻഡോ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അത്തരത്തിലുള്ളൊരു ഭയങ്കര ബുദ്ധിയിട്ടുള്ള ഒരു ജിൻഡോയാണ്. അത് അത്രയും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ 6ാം തമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് ജിൻഡോ പറഞ്ഞത്. കാരണം ഈ സീസൺ 6 അതിലെ തമ്പുരാൻ ഞാനാണ് ലാലേട്ട എന്നാണ് ജിൻഡോ അവിടെ പറയാതെ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. എത്ര പ്രേക്ഷകർക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും ഈ രണ്ട് കാര്യത്തിൽ അത് മാത്രമല്ല, ജിൻഡോ അവിടെ വളരെ അടിപൊളിയായിട്ട് ലാലേട്ടൻ്റെ ഡയലോഗ് പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ ഈ രണ്ട് കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.